യൂട്യൂസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂസി മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. കഴിഞ്ഞ വീഡിയോന്റെ തുടർച്ചയാണ് കേട്ടോ. നമ്മളതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഗെയിം എന്തായി. ആളിപ്പോ ചെറിയ കുഴിയിൽ നിന്ന് നേരെ എടുത്ത് വലിയൊരു കുഴിയിലേക്ക് ചാടിയിട്ടുണ്ട്. ആ ഒരു കുഴി എന്താണെന്നുള്ളതാണ് ഒന്ന് പറയാൻ പോകുന്നത്. പിന്നെ അനീഷിനെ ബിഗ് ബോസ് കൈകാര്യം ചെയ്ത രീതി, ഇത് അനീഷിന് ഗുണം ചെയ്യുള്ളൂ. അത് അനീഷിന് ഗുണവും ചെയ്യും, അനീഷിനിൽ മാറ്റം ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ആരെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് ഉപദേശിച്ചിട്ടുണ്ടാവില്ല. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് നന്നാവ്, നിങ്ങൾ മോശമല്ല, പക്ഷെ എത്ര നല്ല സാധനമാണെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോയില്ലേ, കഴിഞ്ഞു. അത് പിന്നെ അതൊന്നിനും കൊള്ളൂല. അപ്പൊ ഒന്ന് കുളിച്ച് നനച്ച് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ഒക്കെ സാധനമൊക്കെ നിങ്ങൾ വേറെ ലെവലാണ്. ഇവര് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ ഉണ്ടാക്കുന്ന കണ്ടന്റ് അതിന്റെ വാല്യൂ ഇല്ലാണ്ടാക്കി കളയാം. അതായത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പിന്നെ അനീഷ് എന്ന ഒരു നിയത്ത് വെച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അനീഷ് അത് അവർക്ക് മാത്രം നോക്കിയായിരിക്കും. അത് ന്യായീകരണമാണ്. അറിയാ ഇനി വേറൊരു കാര്യം, അനീഷിനെ വിളിച്ച് അനീഷിനെ എണീപ്പിച്ച് നിർത്തി അനീഷിന് കാണിച്ചു കൊടുത്തു. അനീഷ് എന്തായിരുന്നു, അനീഷ് ഇങ്ങനെ നിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്ന ഒരു സാധനമുണ്ട്, അലേട്ടാ ഇത് എനിക്ക് കണ്ടപ്പോ എന്തോ പോലെ തോന്നുന്നു. അതായത് അതിന്റെ ഉള്ളിൽ ചെയ്യുന്ന സമയത്ത് അത് അത്ര മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോ അനീഷിന് തന്നെ അത് ഇത്രയും വലിയ വൃത്തികേടാണോ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നുള്ള മുഖഭാവവും തന്നെ പറയുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും ഇതായി തോന്നിയെന്ന് തോന്നിയെന്നുള്ളതന്നെ. അപ്പോ ഇതൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞു നടക്കുന്ന അനീഷിന്റെ ഫാൻസ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അനീഷിനും അത് ഇഷ്ടമല്ല. അപ്പൊ അനീഷിന് ഇഷ്ടമല്ലാത്ത സാധനം ഇവര് സൂപ്പർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെ ഫാൻസിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. എനിക്ക് അനീഷിന്റെ കുറെ ഫാൻസ് ഉണ്ടല്ലോ, അനീഷ് എന്ത് ചെയ്താലും സൂപ്പർ എന്ന് പറയുന്നത്. ആ ഫാൻസിനെ നേരെ വലിയ പടുകുഴിയിലേക്ക് എറിഞ്ഞു ബിഗ് ബോസ്. സത്യം, ശരിക്കും അനീഷ് തന്നെ, ബിഗ് ബോസ് അല്ല അനീഷ് ആള് തന്നെ ചെയ്തു വെച്ചേക്കുന്ന ഇത്രയും വലിയ വൃത്തിയാണ്. അതെ, ആൾക്ക് തന്നെ അതിൽ കുറ്റബോധം തോന്നുന്നു. ഇത് ഞാൻ തന്നെ ഇത് എന്ത് മോശം ചെയ്തു വെച്ചേക്കുന്ന ചിന്തയാണ് വന്നേക്കുന്നത്. ഇത് സൂപ്പറാന്ന് പുറത്തുനിന്ന് പറഞ്ഞു നടക്കുന്നവരുടെ കാര്യം ഭയങ്കര തന്നെ നല്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ രീതിയിൽ തന്നെ അതിന്റെ ബാക്കി അങ്ങ് പറഞ്ഞേക്കാം. അതായത് അനീഷ് പറയാണ്, എനിക്കിത് ഭയങ്കര എന്തോ പോലെ തോന്നുന്നു എന്നുള്ളത് പറയണം. ഞാൻ പറയണേ നിങ്ങളെ എപ്പോഴും അതായത് ഒന്നല്ല എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലായിടത്തും കാണിച്ചാലും ഇത് തന്നെയുള്ളൂ. എല്ലാരോടും കൈയടിച്ചു. അതെ, ഇത് തന്നെയുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് മൊത്തം. അതെ, ലാലേട്ടൻ അവിടെ അതായത് നൈസായിട്ടാണ് ഇത് പറഞ്ഞത്. ഒരു ഫണ്ണവിടെ വർക്കായി, പക്ഷെ വലിച്ചു കീറി ആളുടെ ആത്മവിശ്വാസത്തേക്ക് മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ആളെ തളർത്തിയിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ബിഗ് ബോസ്. അത് നല്ലൊരു തീരുമാനമാണ്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുക. അതും ശരിയാണ്. പലർക്കും പല രീതിയാണ്. അതെ അതെ, ചിലപ്പം ചൂടായി കഴിയുമ്പോ അയാൾക്ക് ചിലപ്പോ അത് അതിനേക്കാട്ടിലും എനിക്കത് മാറ്റണം എന്നുള്ള സാധനത്തിലേക്ക് വരും. നിനക്ക് എന്ത് തോന്നി? അതായത് അനീഷ് ഇത് മാറ്റുമല്ലേ? എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ വീക്കിലൊക്കെ ചിലപ്പോ ഒന്ന് മാറിയേക്കാം, പിന്നീട് വീണ്ടും അതേപോലെ തന്നെ ആവുമെന്നാണ് തോന്നുന്നത്. കാരണം ആള് ശരിക്കും ഒരു ജെന്യുവൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഈ സാധനം ഇങ്ങനെ വായിൽ ഇങ്ങനെ വന്നു പോകുന്ന റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇത് ആൾക്ക് അറിഞ്ഞൂടാ ഇത് ഇങ്ങനെയൊക്കെ ആണ്, ഇത് പുറത്തു വരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിടുത്തം കിട്ടിയത്. തെണ്ടികൾ കട്ട് ചെയ്യുന്നില്ലാണ്. ഇത് മൈൻഡ് ഗെയിമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോടാ പറയുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡ് ഗെയിമർ ഇല്ലേ, ആ ആള് പോലും അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ആള് മൈൻഡിൽ ഇത് ഇങ്ങനെ തന്നെ പോകണം എന്ന് കരുതി കളിക്കുന്നതല്ലോ, ഒരിക്കലും അങ്ങനെ കളിക്കുന്നതല്ല. മനസ്സിലായി? അപ്പൊ ഇത് കാണുമ്പോ ആൾക്ക് തോന്നുകയാണ് ഇതെന്താ അരോചകമായിട്ടുള്ള കാര്യമാണ് എന്നാണ്. ആ ഒരു ലെവലിലേക്ക് ഇത് പോയി എന്നുള്ളത് ആള് തന്നെ ഫീൽ ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാ. അപ്പൊ മനസ്സിലായോ? അത് അത്ര മോശം കാര്യം തന്നെ. പിന്നെ മാത്രല്ല, കഴിഞ്ഞ ആഴ്ചയില്, അതായത് 2ാമത്തെ ആഴ്ച ഇപ്പൊ നടന്നു അല്ലെ, ആ ആഴ്ചയില് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അനീഷിന്റെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ആളൊന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ആളവിടെ ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല, ആൾക്ക് കണ്ടന്റ് നഷ്ടപ്പെട്ടു. അതായത് പഠിച്ചു വന്ന് ചെയ്യാൻ ആൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിൽ നിന്ന് തീർന്നു. പിന്നെ ബിഗ് ബോസ് അതായത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വ്യൂ പോയിന്റ് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അതോടെ അനീഷ് ഫ്രീ ആയി, അനീഷിനെ കുറച്ച് പോസിറ്റീവായി വരികയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് കുറച്ച് ആൾക്കാർ, ഇപ്പം ഷാനവാസ്, പിന്നെ അനുമോള്, അങ്ങനെ കുറച്ച്, അനുമോളല്ല പിന്നെയുണ്ട് അഭിലാഷ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരെ സ്ഥിരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അനീഷുമായിട്ട്. അവരൊക്കെ ആ ഒരു കണ്ടന്റ് അങ്ങ് ഒഴിവാക്കി. അതായത് അത് ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇത് കൃത്യമായി ഡീൽ ചെയ്തത് ഷാനവാസാണ്. ഏറ്റവും കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തത് ഷാനവാസാണ്. ആ ഷാനവാസ് പല സമയങ്ങളിലും അത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ റിവ്യൂല് കൃത്യമായി പറഞ്ഞതുമാണ്. ഷാനവാസാണ് ഇത് അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്നത്.
അത് അനീഷിനെ. അതെ, അത് നമുക്ക് റിവ്യൂ അങ്ങനെ തന്നെ പറഞ്ഞു. അതേ സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഷാനവാസിന് മാത്രമാണ് ഇത് കൃത്യമായി ഡീൽ ചെയ്യാൻ, അനീഷിനെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതെ, മറ്റേ ഷാനവാസാണ്, ഷാനവാസാണ്. അപ്പോ അത് കൃത്യമായി പറയുകയും ചെയ്തു. അതിലൂടെ മറ്റു മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ നിലപാട് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ നടന്നിട്ടുണ്ട്. അതായത് അവർക്ക് മനസ്സിലായി എങ്ങനെ ഷാനവാസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അനീഷിനെ ഇനി അപ്പാനി ശരത്ത് ചെയ്യുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ അക്ബർ ചെയ്യുന്നത് പോലെ അല്ല ഇനി ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അത് മനസ്സിലായി. വീണ്ടും ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ, നിങ്ങൾ അയാളെ വിട്ടേക്കൂന്ന് പറഞ്ഞത് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി കൂടെ അയാളെ പുറകെ നടന്നിട്ട് ഒരു കണ്ടന്റും കിട്ടാൻ പോണില്ല എന്നുള്ള സാധനം. അനീഷ് മാറും എന്നുള്ളത് കണ്ടറിയാം. പറഞ്ഞതുപോലെ തന്നെ ആളുടെ ശൈലി ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ വന്നേക്കാം. പക്ഷെ വ്യൂ പോയിന്റ് ബിഗ് ബോസ് മാറ്റിയത് കൊണ്ട് ഇത് എല്ലാ കാര്യങ്ങളും പുറത്തു വരില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതും ആള് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സാധനം ഒഴിവാക്കിയേക്കാൻ ചിലപ്പോ അത് ഇങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടതുകൊണ്ട് ഇനിയും പറയാൻ പറ്റൂല. ആളെ മൈൻഡ് അനുസരിച്ച് ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും പറയാ. എന്തായാലും രേണു സുധി പിന്നെ മറ്റു കുറെ മത്സരാർത്ഥികള് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനീഷിനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഷാനവാസ് പോലും അത് നല്ലൊരു വ്യക്തിത്വം ആളുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ളത് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ആള് നമുക്കും തോന്നിയ സാധനം അത് തന്നെ കേട്ടോ. ആള് ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പം ഈ കാണിക്കുന്ന അല്ലാണ്ട് ആള് പക്ക ഒരു മനുഷ്യനാണ്. അതായത് മറ്റുള്ളവർ അവിടെ കാണിക്കുന്ന ഒന്നും അയാൾ കാണിക്കുന്നില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, ആളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി, അതായത് മറ്റുള്ളവർ ആർക്കും ഇല്ലാത്തൊരു സാധനമാണത്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ കാര്യം അവിടെ ഡ്രോപ്പ് ചെയ്യും, തീർത്തു, അതെടുത്ത് പിന്നെ നടക്കൂല. മറ്റു കാര്യം, അനീഷ് ഇവിടെ സംഭവിച്ചത് ഒരാള് കാര്യം പറഞ്ഞത് അവിടെ പോയിട്ട് പറയുന്ന ഒരു പരിപാടി, അത് ഭയങ്കര മികച്ച ഒരു സാധനമാണ്. അതായത് അത് തന്നെയാണ് ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അയാളോട് നമുക്ക് വിശ്വാസം തോന്നും. പിന്നെ ജെന്യൂനിറ്റി എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അതായത് ജെന്യൂൻ ആണ് എന്നുള്ളത് പറയേണ്ടത് മറ്റുള്ളവരാണ്. അതായത് അത് സ്വന്തം എണീറ്റിട്ട് ഞാൻ ജെന്യൂൻ ആണ്, ഞാൻ ബെസ്റ്റ്. പിന്നെ അനീഷ് അത്ര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിന് നല്ലൊരു വ്യക്തിത്വമാണ്, പക്ഷെ ജെന്യൂൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, അത് ഒന്ന് അക്ബർ കൊണ്ടുവന്ന സാധനം ബിഗ് ബോസിനോട് തിരിച്ചെടുക്കാൻ പറഞ്ഞ ആളാണ്. ജെന്യൂനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണല്ലോ ജെന്യൂനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാള് എഫേർട്ട് ഇടുമ്പോൾ ആ എഫേർട്ടിനെ മാനിക്കുന്നതും കാര്യങ്ങളൊക്കെ അതിൽ വരും. ഇപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ ബ്ലെയിം ചെയ്യുന്ന ആളല്ല. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ബ്ലെയിം ചെയ്യുന്ന ആളല്ല. രണ്ട് സംഭവങ്ങളില് എന്നിട്ട് ആള് ബ്ലെയിം ചെയ്തു, അതും ഓപ്പണായിട്ട്. ആർക്കെതിരെ? ശരത്തിനെതിരെയും അനുമോൾക്കെതിരെ. അതിനുശേഷം വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ജെന്യൂനിറ്റിയിൽ എനിക്ക് സംശയമുണ്ട്. അത് ബിഗ് ബോസിന് സംശയമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് ജെന്യൂനിറ്റിനെ കുറിച്ച് വിട്, അത് മറ്റുള്ളവരാ പറയേണ്ടത്. എന്തായാലും ടാസ്ക് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതായത് ഫസ്റ്റ് പഠിപ്പുര ടാസ്ക്. അതിന് മെയിൻ കാരണം അനീഷ് തന്നെയാണ് എന്നുള്ളത് പറയാതെ ചെറിയ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അനീഷിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിലാണെങ്കിലും. എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായിട്ട് ബിഗ് ബോസ് തന്നിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ അത് ഒന്ന് രണ്ട് സാധനങ്ങൾ അതിനകത്ത് പറഞ്ഞും പോകുന്നുണ്ട്. ഷാനവാസിന്റെ നല്ലൊരു തീരുമാനമായിരുന്നു. അത് സപ്പോർട്ട് ചെയ്യാതിരുന്നത് അക്ബറാണ്. അതെ അതെ, അതായത് അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ, ബാക്കി നിങ്ങൾക്ക് കയറായിരുന്നു എന്നുള്ളൊരു സാധനം അവിടെ വന്നായിരുന്നു. അത് നാളെ മൈൻഡ് ചെയ്യാതിരിക്കുക, ആള് ഫസ്റ്റ് കയറിക്കോട്ടെ എന്നുള്ള സാധനം അന്ന് അക്ബർ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നീട് ഇവരാരും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഒഴിവാക്കാന്നുള്ള രീതിയിലേക്ക് എത്തിയിരുന്നത്. അനീഷിന് ഇത് മനസ്സിലാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം അനീഷിനോട് പറയുന്നത് പോലെ പ്രേക്ഷകരോട് പറഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് പ്രധാനമായിട്ടും പറഞ്ഞത് കഴിഞ്ഞ സീസണിലെ മത്സരത്തിൽ വിജയിച്ച ഇപ്പൊ സാബുമാനെ കുറിച്ചും അഖിൽമാരാറിനെ കുറിച്ചും പിന്നെ വളരെ നല്ല രീതിയിൽ കളിച്ച റിയാസിനെ കുറിച്ചും ആര്യനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇവരൊക്കെ ചെയ്തു വെച്ചത്, അഖിൽമാരാറ് ഇവരൊക്കെ കാണിച്ചു വെച്ചത് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇതിൽ നിന്ന് തുടങ്ങുന്നത്. അതായത് 5 വർഷം ലീവ് കൊടുത്ത് ബിഗ് ബോസ് കണ്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള ക്വാളിറ്റിയുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി ഇല്ലേ, അതെന്താന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. സിമ്പിൾ ആയിട്ട്. പിന്നെ അതിലൂടെ അതായത് പറയുന്ന കാര്യം ഇതായിരുന്നു, ടാസ്കിലേക്ക് കടന്നപ്പോ ടാസ്ക് നടക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലാതെ ടാസ്ക് കൊളാക്കുന്നതല്ല. അതായത് അതിന് പിന്നീട് അവരുടെ ന്യായീകരണങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അവര് വേറെന്തോ ഇതിനകത്ത് കിട്ടും എന്ന് കരുതിയിട്ടാണ്. അതായത് ജിസേലൊക്കെ എണീറ്റ് പറയുന്നത്. അത് അക്ബർ വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞു കേട്ടോ. ഈ ഒരു എപ്പിസോഡില് ബിഗ് ബോസിന് പാളിപ്പോയി എന്ന് തോന്നിയ ഒരേ ഒരു കാര്യമുള്ളൂ, അവിടെ അക്ബർ സ്കോർ ചെയ്തു. അതായത് അനീഷിനെ എല്ലാരും നോമിനേറ്റ് ചെയ്തു, ഏറ്റവും മോശം മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആളെ എന്ത് ചെയ്തു? ക്യാപ്റ്റനാക്കി.
ഏഴിന്റെ പണിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കളിച്ച ബിഗ് ബോസും മത്സരാർത്ഥികളും തമ്മിൽ എതിരിടുമ്പോ അടുത്ത ടാസ്ക് വരുമ്പോ തീർച്ചയായും അക്ബർ ആ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. അവരുടെ ഉള്ളിൽ ഇനി ആൾക്ക് നിങ്ങളല്ലേ ആളെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്തേക്ക് വിട്ട് ബിഗ് ബോസ് ചോദിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ സത്യമാണുള്ളത്. ആ ഒരു മറുപടിയിൽ ശരിക്കും എല്ലാം ഉണ്ടായിരുന്നു. അതെ, അക്ബർ അത് ചോദിച്ചത് വളരെ കറക്റ്റ്. അല്ല, അവരെടുത്ത തീരുമാനത്തിന്റെ ഒരു ഡീറ്റെയിലിംഗും അതിനകത്തുണ്ട്. അതെ അതെ അതെ, സംഭവം ശരിയാണ്, ചെയ്തത് എന്താണെങ്കിലും എന്തോ ആയിക്കോട്ടെ. അത് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അയാൾക്ക് അത് ഒന്നാമത് കിട്ടി, അയാൾ അതങ്ങ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആൾക്ക് പ്രത്യേകത ഒന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ തിരിച്ചു ചോദിക്കാവുന്ന കാര്യമുള്ളൂ, എങ്ങനെ വിശ്വസിക്കും? പണിയല്ലേ? അതെ, നിങ്ങൾ ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ക്യാപ്റ്റൻസി ആണ് അങ്ങനെയല്ലേ കൊടുത്തത്. ജയിച്ച ആള് അക്ബർ ജയിച്ച ആളായിരുന്നു, എന്നിട്ട് എങ്ങനെ നോമിനേഷനിലേക്ക് എത്തിയത്? ആര്യനെ കൂട്ടുപിടിച്ച് കളിയിൽ ആര്യൻ പരാജയപ്പെട്ടപ്പോ ഇത് വലിയൊരു കടമ്പയാണ്. ഇവരോടൊക്കെ മത്സരിച്ച് ജയിച്ച അക്ബർ നേരെ എന്തിലേക്ക് പോകുന്നു? നോമിനേഷനിലേക്ക് പോകുന്നു. ഇന്നലെ നടന്ന, അതായത് മിഡ് വീക്ക് സസ്പെൻഷന്റെ കാര്യം നോക്ക്. ഒണിയിലും സാരികയും നേരെ ഡെഡ് റൂമിലേക്ക് പോകുന്നു. ഡെഡ് റൂം തന്നെ. ആ റൂമിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുന്നു, എന്നിട്ട് വേറൊരാൾ ഔട്ടാവുന്നു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കളിച്ച 2 ദിവസം കൂടെ കൂടുതൽ കളിച്ചായിരുന്ന ആൾ ഔട്ടാവുന്നു. അതെ, ഇത് മാത്രല്ല, അതായത് ഇവരെല്ലാരും ഡേഞ്ചർ സോണിലേക്ക് വരുന്നു എന്നുള്ളത് ഓക്കെ, അതിൽ അഭിലാഷം ഒഴികെ. പക്ഷെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നത് ബാക്കിയുള്ളവരെ, ഈ ഒണിയിലും അതില് സാരികയും ഇവരെ സേഫ് ആക്കുന്നത് പോലെ അതില് ഇവര് രക്ഷപ്പെട്ടില്ല, സംരക്ഷിച്ചിരിക്കല്ലേ ശരിക്കും. അല്ലെങ്കിൽ ഈ ആഴ്ച ശരിക്കും സാരിക പോണ്ടതല്ലേ? ബിൻസിനേക്കാളും പോകാൻ എന്തുകൊണ്ട് യോഗ്യ ആള് ശാരിക തന്നെയായിരുന്നു. ബിൻസി ഔട്ടായപ്പോ നമുക്ക് തന്നെ ബിൻസിയോ, അതായത് ബിൻസി ലാസ്റ്റിലേക്ക് എത്തിയപ്പോ വളരെ മികച്ച രീതിയിൽ വരികയായിരുന്നു. ഈ ഒരു 2-3 ദിവസം ഈ ഒരു ഇഷ്യൂവിന്റെ പുറകെ ആയപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതെ, എന്താണെങ്കിലും അക്ബറിന്റെ കാര്യം പറഞ്ഞില്ലല്ലേ? അക്ബറിന്റെ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോ അനീഷിന്റെ കാര്യം നമ്മൾ പറയാമെന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അക്ബറിന്റെ കാര്യം പറയാനുള്ളത്. അക്ബർ നല്ല രീതിയിൽ ഈ ചോദ്യം വളരെ കറക്റ്റ് ആയിരുന്നു. ഉത്തരം കൊടുത്തത് അടിപൊളിയായിരുന്നു. പക്ഷേ അക്ബർ ചെറിയ കുഴിയിൽ നിന്ന് വലിയ കുഴിയിലേക്കാണെന്നുള്ളതിന്റെ ഒരു ഇതാണ് പറയാൻ പോകുന്നത്. അതായത് ചെറിയ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിശരത്തും അക്ബറും തമ്മിലുള്ള ഗ്രൂപ്പിസം, ഇവർ ഭയങ്കര ഒരുമിച്ച് കളിക്കുന്നവരാണ് എന്നുള്ള ഒരു തെറ്റായ രീതിയിലുള്ള ഒരു നെഗറ്റീവ് വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള അക്ബറിന്റെ ചിന്തയിൽ നിന്ന് നേരെ ആള് പോയി ചാടിയിരിക്കുന്നത് ജിസേൽ എന്ന വലിയ കുഴിയിലേക്കാണ്. ജിസേലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാവാട താങ്ങികൾ, അല്ലെങ്കിൽ പാവാടയുടെ വള്ളിയിൽ തൂങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു വമ്പൻ നെഗറ്റീവ് കണ്ടന്റ് പുറത്ത് അങ്ങനെ ആൾക്കാർ ഇത് കാണുള്ളൂ. തീർച്ചയായിട്ടും അത് ഇപ്പൊ തന്നെ 2 ദിവസം കൊണ്ട് നമുക്കറിയാം. അതെ അതെ, പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്, ഇവര് സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് അത്രയ്ക്കും പാവാട അത് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുറത്തത് അറിയപ്പെടുന്നത്. അത് കുറച്ചും കൂടി കൂടുള്ളൂ. അപ്പൊ പാവാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇതുവരെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. വാഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പല രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിലും പാവാട താങ്ങികൾ എന്നുള്ളൊരു സാധനം ഇതുവരെ വരാത്ത സാധനം. അത് എനിക്ക് തോന്നുന്നു, അതായത് ജാസ്മിൻ ഗബ്രിക്ക് പോലും പാവാട താങ്ങി എന്നുള്ള ഒരു ഡയലോഗ് വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ല. അപ്പോ ഈ ലെവലിലേക്ക് ഇത് മാറുമ്പോ അതായത് കൂട്ടത്തിലെ ഒരാള് എന്നുള്ള ലെവലിലേക്ക് അക്ബറിന്റെ സ്ഥാനം മാറുമ്പോ, ഒരാള് എന്നല്ല കൂട്ടത്തിലൊരാള് എന്ന് പറയുമ്പോ പിന്നെയും താഴെ പോയി. അതാണ് കൂട്ടത്തില് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടെങ്കിൽ പോലും ആ ഗ്യാങ്ങിൽ കുറച്ചെങ്കിലും പവർഫുള്ളായി പവറും എല്ലാം കൊണ്ടും നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് അക്ബർ. ആ അക്ബറാണ് പോയിട്ട് കൂട്ടത്തില് അത് ഈ ജിസേലിനെ പോലെയുള്ള ഒരാളുടെ വാല് പിടിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോ അത് നെഗറ്റീവായിട്ട് തന്നെ പുറത്തു വരുള്ളൂ. ഈ ഒരു ഷോയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് അക്ബർ. എല്ലാവരും കരുതിയിരുന്ന അതായത് ഷാനവാസ്, അക്ബർ, ഇവർ രണ്ടുപേരും അവിടുത്തെ നമ്മൾ തന്നെ പറയാറുണ്ട് ഏറ്റവും കിടിലൻ 2 ഒത്ത എതിരാളികൾ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒത്ത എതിരാളി എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും ബിഗ് ബോസ് അതിന് ശ്രമിച്ചു. അക്ബർ എണീറ്റ് ഷാനവാസിനെതിരെയുള്ള ആ ഒരു അതായത് സെൽഫിഷ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് രണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ. പക്ഷെ അപ്പോഴും അതിനുശേഷം അതായത് ഈ ഒരു പോസിറ്റീവ് സംഭവം മാറ്റിയിട്ട് ലാസ്റ്റിലേക്ക് അതായത് ജിസേലിന് കൊണ്ടുപോയി സ്റ്റാർ കൊടുത്തപ്പോഴേ പോയി. ജിസേലിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിട്ടുള്ളത്. എന്താ പറയുന്നത് ജെന്യൂനാണ്.
എനിക്ക് അത്ഭുതം തോന്നിയത് കേട്ടോ. വളരെ മികച്ച, അതായത് എന്താണ് മഹത് വ്യക്തിത്വം. അതായത് ഭയങ്കര വ്യക്തിത്വം, പിന്നെ ഭയങ്കര എല്ലാരോടും ഹ്യൂമാനിറ്റി, അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ ഇതെന്ത്, അതായത് അവിടെ റൂൾസ് ബ്രേക്ക് ചെയ്ത ആളെ, എല്ലാ പ്രശ്നം ഉണ്ടാക്കിയ ആളെയാണ് ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് സ്റ്റാറും കൊടുത്ത് വെച്ചിരിക്കുന്ന പറയുമ്പോ ഇവരുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു ജിസേലിനോടുള്ള ഒരു സാധനം എന്താണെന്ന് ഞാൻ ചിന്തിച്ചത്. അനുമോളുടെ പെർസ്പെക്റ്റീവിലുള്ള സാധനം ഇവർക്ക് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും അതായത് എല്ലാവരും മൂട് താങ്ങി നടക്കുകയാണ്, ഇവരൊക്കെ ബോയ് ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് എങ്ങനെയൊക്കെ പോകുമെന്നുള്ളതൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല. സത്യം. എന്നിട്ട് എല്ലാവരും ഈ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു, അനുമോള് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്നുള്ള ലെവലിലേക്ക് എത്തി. അവസാനം കൊണ്ടിട്ട് ഈ സംഭവം കാണിച്ചപ്പോ അതങ്ങ് തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാരും കൊണ്ടുപോയി സ്റ്റാർ കൊടുത്തു. ഇപ്പൊ അനുമോള് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ശരിക്കും ലാലേട്ടൻ അതും കൂടെ അവിടെ നിന്ന് ചോദിക്കണമായിരുന്നു. ഇപ്പൊ അനുമോള് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കറക്റ്റ് ആണല്ലോ, ഒരു തർക്കം ഉണ്ടാവൂലായിരുന്നു. അതായത് ആ ബോർഡിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ജിസേലിന്റെ ഫോട്ടോ കാണുമ്പോ എല്ലാരും കൊണ്ടുപോയി സ്റ്റാർ കൊടുക്കുക. എന്താണ് അതിന് കാരണം? ഈ പാവാട ടീമിലുള്ള എല്ലാരും ആണ് കൊടുത്തിട്ടുള്ളത് കൂടുതലും. 7 എണ്ണം വോട്ട് അങ്ങോട്ട് പറഞ്ഞത് അത് തന്നെ. എന്താണെങ്കിലും കൊള്ളായിരുന്നു. എന്തായാലും അക്ബർ കുഴിയിൽ നിന്നും പടുകുഴിയിലേക്കാണ്. അക്ബറാണ് ഇപ്പൊ ആ പാവാടന്റെ വള്ളിയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള, മുകളിലുള്ള ഏറ്റവും മുകളിൽ. ഇനി അതിന്റെ തൊട്ട് പുറകെ അപ്പാനിയുണ്ട്, പിന്നെ അതിന്റെ പുറകില് ആര്യനുണ്ട്. ഈ പാവാടന്റെ വള്ളി ഇങ്ങനെ ഒന്ന് വിറപ്പിച്ചാൽ മതി, എല്ലാം താഴേക്ക് പോകും, കുഴിയിലേക്ക് പോകും. അത് ഏതെങ്കിലും ഒരു ദിവസം ഒരു വിറപ്പിക്കുന്നുണ്ടോ നോക്കിക്കോ, അന്നെല്ലാം പടുകുഴി കിടക്കണം. അതെ അതെ അതെ. എന്താണെങ്കിലും ഈ ജിസേലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ജിസേലിനെ സുഖിപ്പിച്ചാൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് എതിരെ ഭയങ്കര, അതായത് വളരെ ഹോർഷായിട്ടുള്ള രീതിയിൽ ഒരാളും മെയിൻ ചെയ്യില്ല. അത്രയ്ക്ക് ദേഷ്യമുള്ള ഒരാളാണ് എതിരെ പറഞ്ഞാൽ, പ്രത്യേക മൈൻഡുള്ള ഒരാളാണ്. അതെ, അത് നമ്മള് കണ്ടെടുത്തോളം കേട്ടോ. അങ്ങനെയാണ്. ആൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ കൊണ്ടേ കൊടുക്കും, ബെഡിൽ നിന്ന് എണീറ്റ് വരുമ്പോ അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാവല്ലേ അവരങ്ങ് പോയിക്കോട്ടെ എന്നുള്ള ധാരണയാണ് അവർക്ക് വന്നിട്ടുള്ളത് തോന്നുന്നത്. ശരിക്കും ഇന്നലെ അതായത് ജിസേൽ എണീറ്റുന്നല്ലോ, സ്റ്റാറൊക്കെ കുറെ ആൾക്കാർ കൊടുത്തപ്പോ ഞാനത് ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്, ഇത് ഒന്നും പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞപ്പോഴേ ആരിനൊരു ചിരി ഉണ്ടായിരുന്നു. എന്തൊരു രസാ ചിരി. ആരിനല്ലെങ്കിലും ചില സമയങ്ങളില് അത് ആക്കി സാധനം കൊണ്ടുവരും. അത് കറക്റ്റ് ആക്കിയത് തന്നെയല്ലേ, അത് കറക്റ്റ് ആക്കിയതാ, ഒന്നും പ്രതീക്ഷിക്കാതെ ബിഗ് ബോസിന്റെ ഉള്ളില്. അത് ഭയങ്കര രസമായിരുന്നു, ആ ചിരി കാണാൻ ഭയങ്കര രസമായിരുന്നു. ലാലേട്ടനും ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ. ലാലേട്ടൻ പിന്നെ ഓരോരുത്തരും അവരെ ന്യായീകരിച്ച് പറയണ കേൾക്കുമ്പോ ലാലേട്ടൻ ചിരി. അതെനിക്ക് തോന്നിയ എന്താ അറിയോ, ഇവരങ്ങ് തളർത്തിക്കളയും. അതെ അതെ അതെ. നമ്മളിപ്പോ ഒരു കാര്യം ലാലേട്ടനോട് പറഞ്ഞോണ്ടിരിക്കും, അപ്പൊ ലാലേട്ടൻ കളിയാക്കി കൊണ്ട് ഒരു ചിരിയും കൂടെ ചിരിച്ചു കഴിഞ്ഞാൽ കാട് നമ്മളൊക്കെ നമ്മളെ കയ്യിന്ന് പോകൂലേ. എന്തൊരു അത് കറക്റ്റും അത് എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ ലാലേട്ടൻ അത് ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് അതെ. പിന്നെ നവീന്റെ ഗിഫ്റ്റ്, നെവിന്റെ ഗിഫ്റ്റിന്റെ പൂതിയെ മാറി എന്ത് രസമാണത് കാണാന്. ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണായിരുന്നു അതിന്റെ റീൽസ് ഒക്കെ വരുമ്പോ. ഞാനത് കണ്ട് ചിരിച്ചൊരു വഴിയായി ഞാൻ. കാരണം ആക്രാന്തത്തിൽ ഓടി കേറുകയാണല്ലോ അതിന്റെ ഉള്ളിലോട്ട്. റെഡ് കളറും ലൈറ്റ് എഫക്റ്റും ഈ സാധനം ചാടി പുറത്തിറങ്ങി നവീൻ. എന്തൊരു എന്റർടൈനർ ഒരാള്. നെവിൻ ഒരു രക്ഷയല്ല കേട്ടോ. നെവിൻ എന്താണെന്നറിയോ, അത് ഇനി ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നെവിൻ എന്താന്ന് വെച്ചാൽ ഒരാളെ വെറുപ്പിക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും നെവിനോട് ഇഷ്ടമാണ്. അതാണ് ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതാണ് ആളെ വെറുപ്പിക്കാതെ എല്ലാരോടും എന്താ ചൂടാവേണ്ട സമയത്ത് ചൂടാവുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉണിയിലും സാരിക്കും തിരിച്ചെത്തി ഓട്ടോറിക്ഷയിലാണ് വന്നത്. ആ ഓട്ടോറിക്ഷയിൽ തന്നെ പറഞ്ഞയച്ചു ബിൻസിയെ. പക്ഷെ അത് എനിക്ക് ഒരു മോശമായിട്ടാ ഫീൽ ചെയ്തത്. ഭയങ്കര മോശമായി. കാരണം ആളുടെ ഫാദർ ഓട്ടോ ഡ്രൈവറാണ്. ഇവരുടെ ഫാമിലിയിൽ ഒരു ഓട്ടോ ഡ്രൈവറിനെ കല്യാണം കഴിച്ചത് ആളുടെ അമ്മ മാത്രമാണ്. അപ്പോ ഓട്ടോയിലാണെങ്കിൽ നിങ്ങൾ ഓട്ടോയിൽ തന്നെ മതി, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് കാണിച്ചതുപോലെ ഫീൽ ചെയ്യും. ഇത് കൊടുത്തോളെ അതിന്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നടന്നു പോകേണ്ട സാധനം. അവരത് കരുതിയിട്ടുണ്ടാവില്ല, മനസ്സിലങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല. അതൊരു കണ്ടന്റ് രീതിയിൽ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ
പക്ഷെ അത് കുറച്ച് മോശമായി ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ബിൻസി ഒന്നും അവിടുന്ന് ഔട്ടാവേണ്ട ആളല്ല എന്നുള്ള സാധനമാണ് നമുക്ക് തോന്നിയത്. സാരിക്കും വേറെ കുറെ ആൾക്കാരുണ്ട് അവിടെ, അതിനുശേഷം ബിൻസിയുടെ ഔട്ടാകാൻ പാടുള്ളൂ. അത് അങ്ങനെ പെട്ടെന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ആള് ചോദിച്ചുട്ടോ വളരെ സീരിയസ് ആയിട്ട് പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി വൈൽഡ് കാർഡൊക്കെ ആയിട്ട് വരാം, പറയാൻ പറ്റില്ല. പക്ഷെ വൈൽഡ് കാർഡായിട്ട് വരാനുള്ള സാധനം എന്താ ഒരു കണ്ടന്റ് മേക്കർ അല്ല താനും. അതിന് മാത്രമില്ല, അല്ലെങ്കിൽ പിന്നെ ഇനി ഇരുന്നിട്ട് കണ്ടിട്ട് വൈൽഡ് കാർഡായിട്ട് കയറണം. പക്ഷെ കുറച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ആംബിയറെ ബിൻസിക്കുള്ളായിരുന്നു. അതുകൊണ്ട് വൈൽഡ് കാർഡൊക്കെ ആയിട്ട് എടുത്തിട്ട് വീണ്ടും ഞെട്ടിക്കുന്ന ലെവലിലേക്ക് ആവാനുള്ള ഒരു ആളുണ്ടോ എന്നുള്ള സംശയമാണ്. പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ ലാസ്റ്റ് 3 ദിവസം കണ്ട ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിൻസി ഉണ്ട്. പക്ഷെ അത് സൈഡ് വരുമ്പോ മാത്രമേ ഉള്ളൂ. അതായത് ബിൻസി 100%-ല് 90% ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ 10% കുറക്കാൻ കാരണം ഔട്ടായത് മനസ്സിലായപ്പോഴാണ്. അപ്പോ ആള് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള ചിന്തയിലാണ് ആൾ അപ്പോഴും നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആളുടെ ബെസ്റ്റ് പുറത്തു വരാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരുന്നില്ല. ആള് പലതും ചെയ്തിട്ടുണ്ടാവും. അതിന് പ്രധാന സാധനമാണ് ഇത്. ബിഗ് ബോസിനോട് ചോദിക്കാനുള്ള കേട്ടോ, ഈ അപ്പാനിശരത്തും ബിൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് വരാൻ കാരണം? നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പാനിശരത്തും ബിൻസിയും തമ്മിലുള്ള ബന്ധം? ഇപ്പൊ നമുക്കിങ്ങനെ പറയാം, ഏത് അപ്പാനിയും അനുമോളും ബന്ധം, പിന്നെ അക്ബറും അപ്പാനിയും ബന്ധം, പിന്നെ അപ്പാനിക്ക് വേറെ ആരാ ബന്ധമുള്ളത്? പല റിലേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് നമ്മൾ ഇമോഷണലി ഇവർ തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ്. അത്ര വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പല സമയത്തും അക്ബർ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നീയും ബിൻസിയും തമ്മിലുള്ള എന്താ പരിപാടി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അപ്പോഴും ഇതറിയില്ല. നമ്മൾ 2 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതോ അല്ലെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ ആ ഒരു രീതി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ബിൻസിയുടെ അല്ലെങ്കിൽ അപ്പാനിശരത്തും ഇവർ രണ്ടുപേരും പ്രധാനമായും കൊടുത്ത ഒരു കണ്ടന്റിൽ ഒന്നാണത്. അതെ. പക്ഷെ ആ സാധനം പുറത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ആകെ ലൈവില് വന്നത് ഈ ലാസ്റ്റ് വിഷയം ഉണ്ടായില്ലേ, ഈ സമയത്ത് അപ്പാനിശരത്തും അക്ബറും എല്ലാരും കൂടി ബിൻസിനെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അന്ന് നൈറ്റ് അപ്പാനിയും ബിൻസി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് വീണ്ടും അങ്ങനെ തന്നെ ആക്റ്റീവായിട്ട് വരണം, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറച്ചു നേരം ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ബിൻസി വലിയ കണ്ടന്റ് ആണെന്നുള്ള ഉദ്ദേശത്തോടെ കൊടുത്ത പലതും പുറത്തു വരുന്നില്ല. അപ്പൊ അത്ര വാല്യൂ ഉള്ളൂ അതിന് ബിഗ് ബോസ് കാണുന്നത്. എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും പല കുടുംബങ്ങളുടെയും നിലനിൽപ്പിന് ഇതൊന്നും പുറത്തു പോകരുത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവായിരിക്കാം. കണ്ടന്റ് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. അവരുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ടാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞതിന് അപ്പുറം ഇവ ചാച്ചെന്നാ വിളിച്ചു കൊടുക്കുന്നത്. അതായത് അച്ഛൻ മകൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ആ ഒരു സാധനമാണ് ഇവർ കൂടുതലും നമ്മൾ പുറത്ത് ലൈവില് കണ്ട സമയത്തൊക്കെ കണ്ടിട്ടുള്ള അതാണ്. പിന്നെ മാത്രമല്ല പുറത്തായപ്പോഴും അതെ അങ്ങനത്തെ ഒരു സാധനമാണ്. പല സമയത്ത് അപ്പാനി എണീക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട്, ബിൻസി മോളെ ഒരു ചായ എടുത്തോണ്ട് വന്നേടി, അങ്ങനത്തെ ഒരു സാധനം കാണലുണ്ട്. അപ്പൊ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ പൊതുവെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ ഭയങ്കരാണ്. അപ്പോ മേ ബി അത് വളരെ മോശമായ രീതിയിൽ തെറ്റിദ്ധരിച്ചേക്കാമെന്ന് കരുതിയിട്ടാവാം മേ ബി അത് ഒഴിവാക്കിയത്. എന്തായാലും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് നമ്മൾ പറയുകയും ചെയ്തു. എന്താണെങ്കിലും അവരുടെ റിലേഷൻ ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്നലെ അവിടുന്ന് പോവാൻ നേരത്ത് നമുക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഇതൊക്കെയായിരുന്നു ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മഴ വരുന്നുണ്ട്. ഇന്നും ഒരാൾ ഔട്ട് ആവുന്നുണ്ടെന്നാണ് പ്രമോയിൽ കണ്ടത്. അത് ഷോ എവിക്റ്റഡ് അല്ലാന്ന് തോന്നൂലേ. പക്ഷെ പലരും പല കാര്യങ്ങളും പല പേരുകളും പറയുന്നുണ്ട്. എന്താണെങ്കിലും നോക്കാം നമുക്ക് വൈകിട്ട്. അപ്പൊ എന്തായാലും പോവാണ്. ബൈ.